ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ +2 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാം നിങ്ങൾ തകർക്കുമല്ലേ നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് നിങ്ങൾ 2 മാർക്കിന് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേട്ടോളൂ മക്കളെ, ഇതെല്ലാം നിങ്ങൾക്ക് നാളെ യൂസ്ഫുൾ ആയിരിക്കും, അത്രയും ഷുവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? സ്റ്റേറ്റ് ദ ലോ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു കമ്മോഡിറ്റി ഒന്നിൽ കൂടുതൽ തവണ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്ന് പറയുന്ന ലോ ആണ് എന്ത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അങ്ങനെയല്ലേ? ഒരു സാധനം നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കുന്നു, 2 പ്രാവശ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു, ഇതിൻ്റെ എണ്ണം അങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി പതിയെ കുറഞ്ഞു വരും. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എത്ര പ്രാവശ്യം കുടിക്കാൻ പറ്റും? ഒരു 2 ഗ്ലാസ് 3 ഗ്ലാസ്, അതിൽ കൂടുതൽ ഗ്ലാസ് അറ്റ് എ ടൈം നമുക്ക് കുടിക്കാൻ പറ്റുമ്പോൾ നമ്മളാകെ തളർന്നു പോകില്ല. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. അതായത് അതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു മീനിങ് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി 2 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചോളൂ. യു ഷേപ്ഡ് കേർവാണ് രണ്ടും. അതുപോലെ തന്നെ MP കട്ട്സ് AP അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് AP. APയുടെ മാക്സിമത്തിലാണ് MP APയെ കട്ട് ചെയ്യുന്നത്. രണ്ടും ഇൻക്രീസിങ് ടൈപ്പാണ്. MP ഈസ് എബവ് ഓഫ് AP വെൻ ഇറ്റ് ഈസ് ഡിക്രീസസ് AP ഈസ് എബവ് ഓഫ് MP. ഈ രീതിയിലുള്ള അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിച്ചു വെച്ചോളൂ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്ത ലിസ്റ്റ് എനി 2 റീസൺസ് ഫോർ ഡിമാൻഡ് ഫോർ മണി. മണിക്ക് ഡിമാൻഡ് ഉണ്ടാവാനുള്ള 3 റീസൺ: 1 ട്രാൻസാക്ഷൻ മോട്ടീവാണ്, 2 സ്പെക്കുലേഷൻ മോട്ടീവാണ്, 3 പ്രിക്വേഷൻ മോട്ടീവാണ്. അപ്പം മണിക്കുള്ള ഡിമാൻഡ് ഫോർ മണിയുടെ റീസൺസ് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഷട്ട് ഡൗൺ പോയിൻറ്റ്? എന്താ മക്കളെ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് വെച്ചാൽ? ഒരു ഫേം മാർക്കറ്റ് വിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആണല്ലേ. ഒരു ഫേം അവരുടെ പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വിട്ട് പോകുന്ന ഒരു സ്റ്റേജാണ് എന്ത്? ഷട്ട് ഡൗൺ പോയിന്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് വേർ എ ഫേം സ്റ്റോപ്പ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് ലീവ്സ് ദ മാർക്കറ്റ്. ഇൻ ഷോർട്ട് റൺ ഇറ്റ് ഈസ് എ മിനിമം പോയിന്റ് ഓഫ് AVC ആൻഡ് ഇൻ ലോങ് റൺ ഇറ്റ് ഈസ് എ മിനിമം പോയിന്റ് ഓഫ് AC. നന്നായിട്ട് പഠിച്ചോളൂ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് മണി. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മക്കളെ മണി ചെയ്യുന്നത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷേഴ്സ് ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഫോർ ഡെഫേർഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ഫങ്ഷൻസ് ഓഫ് മണിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ദ അപ്രോപ്രിയേറ്റ് എക്കണോമിക് ടേം ഫോർ ദ ഫോളോവിങ്. ഈ പറയുന്നതിനൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ടേം പറയാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടേമുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കഴിഞ്ഞ തവണ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ്. നന്നായിട്ട് പഠിച്ചോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്.